മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, ഡിവൈൻ ഗുഡ്നസ് ടി വിയുടെ പ്രഭാത വിരുന്ന് എന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വ്യാപിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സംരക്ഷകയും നമ്മുടെ മധ്യസ്ഥയും നമുക്ക് വേണ്ടി അനുദിനം, പ്രത്യേകിച്ച് ഈ ടി വി പ്രോഗ്രാമിനും അതുപോലെ തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ വചനത്തിന് നമുക്ക് കാതോർക്കാൻ. പ്രത്യേകിച്ച് നമ്മളിന്ന് കടന്നു പോകുക സങ്കീർത്തനങ്ങളിലൂടെ. ഇന്നേ ദിവസം നാം പ്രത്യേകമായിട്ട് ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതും, പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ എന്ന് പോലും അറിയാതെ നടക്കുന്ന പലരുമുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നുണ്ട്. അപ്പോൾ ആ സംശയമുള്ളവർ, അല്ലെങ്കിൽ ഞാൻ എത്രയോ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു, ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നവരായിട്ടുള്ള വ്യക്തികളുണ്ട്. ഓർക്കുക, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും കർത്താവ് കേൾക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു സംശയമുള്ളവരെല്ലാം, അവരെല്ലാം നമുക്ക് കർത്താവിൻ്റെ കരുണയിൽ സമർപ്പിക്കാം. മാനസികമായും ശാരീരികമായും വ്യഥയനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് പ്രാർത്ഥന ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ചിന്തയുള്ളവർ, അവരെല്ലാം ഓർത്ത് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാത വിരുന്നിലേക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവിൻ്റെ വചനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാൻ. പ്രത്യേകിച്ച് ഇന്ന് സങ്കീർത്തനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയും സങ്കീർത്തകൻ എന്താണ് പറയുന്നത്, വചനത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് എന്തായിരിക്കണമെന്നാണ്. നമുക്ക് ആ വചനത്തിലൂടെ കടന്നുപോയി എന്താണോ ആഗ്രഹിക്കുന്നത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട്, വചനം ശ്രവിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. സങ്കീർത്തനം 18 തിരുവചനം 24 മുതൽ. എൻ്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു. നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. വിനീതരെ അങ്ങ് വിടുവിക്കുന്നു, അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു. അങ്ങെൻ്റെ ദീപം കൊളുത്തുന്നു. എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. ദൈവത്തിൻ്റെ മാർഗം അവികലമാണ്. കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും. തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്.
കർത്താവല്ലാതെ ദൈവം ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട്? അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു, എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു. അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗത നൽകി, ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി. എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു. എൻ്റെ കരങ്ങൾക്ക് പിച്ചളവില്ല് കുലയ്ക്കാൻ കഴിയും. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി. അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. എൻ്റെ പാത അങ്ങ് വിശാലമാക്കി. എൻ്റെ കാലുകൾ വഴുതിയില്ല. നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്തുതി. സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുക മാത്രമല്ല, ദൈവത്തോട് നാമും സംസാരിക്കുന്നുണ്ട് നന്ദിയോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ. കാരണം അത്രമാത്രം ശക്തി ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് വചനത്തിലൂടെ. അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു, എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു. ഓരോ വചനവും നമ്മൾ വായിക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നുണ്ട്, ബലപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ബോധ്യത്തോടെ ആണോ ഞാൻ വചനം വായിക്കുന്നത്, കേൾക്കുന്നത്? വായിക്കുക മാത്രമല്ല, കേൾക്കുമ്പോഴും ദൈവം എന്നോടാണ് സംസാരിക്കുന്നത് എന്ന ബോധ്യം. അതുമാത്രമല്ല, വളരെ വ്യക്തമായിട്ട് ദൈവം നമ്മോട് പറയുകയാണ്, ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ശക്തി പ്രാപിക്കുന്ന, ബലം പ്രാപിക്കുന്ന നമ്മുടെ അനുഭവതലം അതനുഭവിക്കണം. അതനുഭവിക്കുമ്പോഴാണ് സങ്കീർത്തനോട് ചേർന്ന് നമുക്ക് പറയാൻ സാധിക്കുക, അവിടുത്തെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അപ്പം അനുദിനം നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാൻ സാധിക്കുക. ഇങ്ങനെയെല്ലാമാണ് ദൈവം എന്നോട് പെരുമാറുന്നത്. നമ്മിത് വായിക്കുമ്പോൾ ഒരു ബോധ്യത്തോടെ, അതായത് പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയും. എല്ലാം നന്മയായി കാണാൻ, എന്ത് ജീവിതത്തിൽ കടന്നു വന്നാലും അതെല്ലാം നന്മയായി കാണാൻ നമുക്ക് സാധിക്കണം. ഏശയ്യായുടെ പ്രവചനത്തിൽ 65 അധ്യായത്തിൽ 24 വചനം നമ്മൾ കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. നമ്മുടെ പല പ്രാർത്ഥനകളും, നമ്മുടെ നന്ദി പ്രകടനങ്ങളും എല്ലാം ദൈവം എത്രയോ കാലങ്ങൾക്ക് മുമ്പേ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങൾ, നാളെ എനിക്ക് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ ദൈവം എത്രയോ നാളുകൾക്ക് മുമ്പേ അത് ഒരുക്കിയിരിക്കുന്നതാണ്. എൻ്റെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പേ എനിക്ക് ഉത്തരം നൽകുന്നവനാണ് ദൈവമെങ്കിൽ കർത്താവല്ലാതെ ദൈവം ആരുണ്ട് എന്ന് സങ്കീർത്തനോട് ചേർന്ന് പറയാൻ നമുക്ക് സാധിക്കില്ലേ? നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട്? ആ ഒരു ബോധ്യം ഈ പ്രഭാതത്തിൽ നമുക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായും അതേ ദിവസം മുഴുവനും നമ്മെ നയിക്കണം. നമ്മളൊരു വചനം കേൾക്കുമ്പോൾ ആ വചനം എന്നെ ഈ ദിവസം മുഴുവനും ആ വചനത്തിലൂടെ ഞാൻ നയിക്കപ്പെടുന്നുണ്ടോ, അതോ മറ്റു പല വചനങ്ങൾക്കുള്ളിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്ന വചനം, അതിലൂടെ ദൈവം നമ്മോട് പറയുന്നൊരു കാര്യം എന്താണ്? അതിലൂടെ നിങ്ങൾ കടന്നു പോവുക. അതായിരിക്കണം നിനക്ക് കവചം. അതായിരിക്കണം നിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കേണ്ടത്. കവചമായി മാറണം, മുന്നോട്ട് നയിക്കപ്പെടണം. അത് കോട്ടയായി മാറണം, അത് നിൻ്റെ രക്ഷാശിലയായി മാറണം. അപ്പം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് അനുദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവം എത്രമാത്രം
എനിക്ക് സംരക്ഷണം നൽകി എന്നെ നയിച്ചു എന്ന്. നാം ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയുടെ അനുഗ്രഹം നമ്മിലേക്ക് വർഷിക്കപ്പെടും. ഈ വർഷം സംഭവിക്കുന്നത് എപ്പോഴാണ്? ഈശോൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം എന്തു ചെയ്യുമെന്ന് വചനം നമ്മോട് പറഞ്ഞില്ലേ? വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു. അതെ, ദൈവം എപ്പോഴും വിശ്വസ്തത പുലർത്തും. എപ്പോഴാണ്? ഞാൻ വിശ്വസ്തനായിരിക്കുമ്പോൾ. നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. ദൈവം നാം എങ്ങനെ ദൈവത്തോട് ഇടപെടുന്നു അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. നാം നിർമ്മലതയോടെയാണോ കടന്നു പോകുന്നതെങ്കിൽ ആരെല്ലാം നമുക്കെതിരെ നിന്നാലും ദൈവം നമുക്ക് രക്ഷാശിലയായി കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് വചനം പറഞ്ഞു, വിനീതരെ അങ്ങ് വിടുവിക്കുന്നു, അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു. അങ്ങ് എൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. അപ്പോൾ ദീപം കൊളുത്തുന്നത് അവിടെ നിന്നാണ്, അന്ധകാരത്തെ ദൂരീകരിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ആ ഒരു ചിന്ത കൊണ്ട് നാം നിറയ്ക്കണം നമ്മുടെ മനസ്സിന്. നമ്മുടെ ഹൃദയത്തിൽ വചനത്താൽ നിറയപ്പെടുമ്പോൾ ആ ഹൃദയം കർത്താവിൻ്റെ പ്രകാശത്താൽ നിറഞ്ഞ് ദീപോജ്വലമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിച്ചു നിൽക്കും. ആ പ്രകാശത്തിൻ്റെ വലയത്തിൽ എല്ലാ ദുഷ്ടജന്തുക്കളും കത്തി നശിച്ചു തീരും, ചാമ്പലായിത്തീരും. ആർക്കും നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കില്ല, ആർക്കും നമ്മെ വേദനിപ്പിക്കാൻ പറ്റും. പക്ഷേ ആ വേദന നമ്മെ ഒരിക്കലും ചഞ്ചലപ്പെടുത്തില്ല. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് അവൻ എൻ്റെ പ്രാർത്ഥന പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നവനാണ്. സങ്കീർത്തനം 141:2 പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി തീരട്ടെ. അപ്പോൾ ധൂപം ഉയരങ്ങളിലേക്ക് ഉയരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവം അത് സ്വീകരിക്കുന്ന ഒരവസ്ഥയുണ്ട്. എൻ്റെ പ്രാർത്ഥന അതുപോലെ ആയിരിക്കണം. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്കായിരിക്കാം. എനിക്ക് എത്രയോ നന്മകൾ ഈ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, വർഷങ്ങളിൽ, ഞാൻ ജനിച്ച അന്നു മുതൽ, ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് നൽകിയിരിക്കുന്നു. എണ്ണിയാൽ തീരാത്ത അത്രമാത്രം നന്മകൾ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്കായി നൽകി കഴിഞ്ഞു. ദൈവമേ, അതിന് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ നിൻ്റെ സന്നിധിയിൽ ചേരുന്നു. നീ എന്നെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ദൈവമേ, നിൻ്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരുമ്പോൾ ആ പ്രാർത്ഥന നന്ദിയുള്ള പ്രാർത്ഥനയായി തീരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുന്നവനെ, ഞങ്ങളുടെ കൂടെ ആയിരുന്ന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്നോട് വിശ്വസ്തത പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ പത്രോസ് ശ്ലീഹായെ, തോമാസ് ശ്ലീഹായെ, യോഹന്നാൻ ശ്ലീഹായെ, പൗലോസ് ശ്ലീഹായെ, മറ്റ് ശ്ലീഹന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, പുണ്യവാന്മാരെ, പുണ്യവതികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരായിട്ടുള്ള സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കുവാൻ, നിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ സകല പുണ്യവാന്മാരെ, പുണ്യവതികളെ
ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. വചന തികവിൽ ആയിരുന്ന പരിശുദ്ധ അമ്മേ, ഔസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. സകല വൃന്ദം മലഹമാരെ, ശ്രപ്യന്മാരെ, ക്രോവ്യന്മാരെ, മുഖ്യദൂതന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. വന്ദകരെ, വിശുദ്ധരായിട്ടുള്ള ഈ ലോകത്തിൽ ആയിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിൽ വസിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ മാധ്യസ്ഥം ഞങ്ങളോട് കൂടെയുള്ളപ്പോൾ തീർച്ചയായും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ എപ്പോഴും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല, നിന്റെ വചനത്തിലൂന്നി ജീവിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് ലഭിക്കും. അതിനായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ശ്ലൈഹിക സിംഹാസനത്തിൽ നമുക്ക് ലഭിച്ച, പ്രത്യേകിച്ച് വൈദികർക്ക് ലഭിച്ചിരിക്കുന്ന ഈ അധികാരം, അത് അധികാരമെന്ന് പറയുമ്പോൾ സഹോദര സ്നേഹത്തിൽ, എളിമയുടെ തലത്തിൽ മറ്റുള്ളവരെ സേവിക്കാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന അധികാരമാണ്. അത് സ്വയം നൽകുന്ന അധികാരമല്ല, തന്നെ സമർപ്പിക്കപ്പെട്ട് ദൈവശുശ്രൂഷയ്ക്കായിട്ട് അഭിഷിക്തനാകുമ്പോൾ ലഭിക്കുന്ന അധികാരമാണ്. തീർച്ചയായും ആ ശ്ലൈഹിക സിംഹാസനത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട അധികാരം, ആശീർവാദം നൽകുമ്പോൾ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. മാർപ്പാപ്പായെ ഓർക്കുന്നു, കർദിനാളുമാരെ, മെത്രാന്മാരെ, മെത്രാപൊലിത്തമാരെ, വൈദികരെ. കർത്താവെ, ഇവർക്കെല്ലാം ലഭിച്ചിരിക്കുന്ന അധികാരം മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ, മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ ശക്തി ലഭിക്കുവാനായിട്ട് സമർപ്പിക്കുക. നമുക്കൊരുങ്ങാം. ആശീർവാദം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് ദൈവകൃപയിൽ നിറയാനുള്ള ആഗ്രഹമുണ്ടാക്കുവാനും അവരിലേക്കും നമ്മുടെ കൃപ ഒഴുകുവാനും, ആരെല്ലാം ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു അവർക്കെല്ലാം, അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, അവരാഗ്രഹിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ശിംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രഭാത വിരുന്ന് എന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇനിയും ആരെങ്കിലും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ചേർത്ത് വയ്ക്കാനുണ്ടെങ്കിൽ അവരെയും ഓർക്കുക, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരോട് ചേർന്ന് നിൽക്കാനായിട്ട് ആഹ്വാനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ നയിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന വളരെയധികം പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെയും ഓർക്കുക, അവർക്ക് വേണ്ടിയും നിങ്ങൾ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന, മരിയം കൂടാരത്തിലിരുന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട്. തീർച്ചയായും അവരെയും നിങ്ങളും ഓർക്കുക, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ കൂട്ടായ്മയിൽ കൂടുതൽ വളർന്നു വരുവാനായിട്ട്, മറ്റുള്ളവരെയും ഇങ്ങോട്ട് ചേർക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പ്രഭാതം മുതൽ ഈ ദിവസം മുഴുവനും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.